കേരളത്തിന്റെ കർക്കിടക മാസം എത്തുന്നത് മിക്കവാറും അപൂർവം ചില അവസരങ്ങൾ ഒഴിച്ച് ചാതുർമാസ്യാരംഭം മുതലാണ്. ചാതുർമാസ്യം വ്രതമാസമായാണ് ഭാരതീയ പൗരാണികർ ആഘോഷിച്ചു പോരുന്നത്. മുമ്പത് 4 മാസക്കാലമായിരുന്നു. ഇപ്പോൾ അത് ചുരുങ്ങി വളരെ കുറച്ച് ദിവസമാക്കിയിട്ടുണ്ട്. ഒരു വർഷത്തിൽ 4 മാസം ബ്രഹ്മചാരികളും ഗൃഹസ്ഥന്മാരും വാനപ്രസ്ഥന്മാരും സന്യാസിമാരും അവരവർക്ക് വിധിച്ചിട്ടുള്ള കൽപ്പസൂത്ര നിർദ്ദേശപ്രകാരം വ്രതമാചരിച്ച് ധർമ്മസൂത്രങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ശ്രൗതസൂത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം ചേർന്നു വരുന്നതാണ് കൽപ്പം. അതിനനുസൃതമായി അതാത് ഗോത്ര സംസ്കൃതിയിലുള്ളവർ, ഗോത്രസൂത്രാദി നാമങ്ങൾ അറിയുന്നവർ ഓരോ വർഷവും അറിഞ്ഞും അറിയാതെയും ഉപയോഗിച്ച വാക്കുകളുടെയും വിചാരങ്ങളുടെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു നിൽക്കുന്ന തൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും പ്രാണനെയും അഗ്നിസ്തോമങ്ങളെയും ശുദ്ധീകരിച്ചെടുക്കുക എന്ന പഞ്ചവിധമായ പാപമോചനത്തിന് അഗ്നി, സോമം, പ്രാണൻ, മനസ്സ്, ബുദ്ധി ഇവ 5ൻ്റെയും ശൗതനിർദ്ദിഷ്ടമായ തലത്തിൽ ഈ 5 അന്നവിശേഷങ്ങളെ ശുദ്ധീകരിക്കുകയും തദ്വാര വരാനിരിക്കുന്ന നാളുകളിൽ തൻ്റെ ലോകമെന്ന എണ്ണം വിശിഷ്ടമായി തീരുവാൻ ഏതൊരു മനസ്സിൻ്റെ ആധാരത്തിൽ, ഏതൊരു ബുദ്ധിയുടെ ആധാരത്തിൽ, ഏതൊരു അഗ്നിസ്തോമങ്ങളുടെ ആധാരത്തിലാണ് ഈ പ്രപഞ്ച ഘടന രൂപാന്തരപ്പെട്ടു നിൽക്കുന്നത്, അതിനെ സാർവലൗകിക അന്നമെന്ന നിലയിൽ ശുദ്ധമാക്കി വയ്ക്കുവാൻ നിത്യനൈമിത്തികങ്ങളായ കർമ്മങ്ങളെയും അതിന് ബലം തരുന്ന അന്നത്തെയും ഓദനത്തെയും പശു അന്നത്തെയും, 7ാമത്തെ അന്നം പശു അന്നമാണ്. ലോകമന്നമാണ്, മനസ്സും ബുദ്ധിയും പ്രാണനും അന്നമാണ് എന്നൊക്കെയുള്ള ശ്രൗതവിധികളെ മാനിച്ചുകൊണ്ട് 4 മാസത്തെ വ്രതനിഷ്ഠയുടെ കാലമാണ് ഇത്. അത് ചുരുക്കി 1 മാസം കേരളീയർ വ്രതനിഷ്ഠയോടെ കഴിയുന്നു. അവരവരുടെ പാണ്ഡിത്യത്തിനും കഴിവിനുമൊക്കെ അനുസരിച്ചാണ് അതിൽ സ്വാധ്യായ നിഷ്ഠയ്ക്കു വേണ്ടി
സ്വാധ്യായൻ മാ പ്രമദഃ സ്വാധ്യായ പ്രവചനാഭ്യം ന പ്രമദിതവ്യം എന്നൊക്കെയുള്ള ഗുരുകുലനിഷ്ഠകളെ അവലംബിച്ചുകൊണ്ട് ശ്രുതി, സ്മൃതി, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇവയൊക്കെ പഠിക്കും. അതൊക്കെ ലുപ്തപ്രചാരമായി എങ്കിലും രാമായണം ഇനിയും ലുപ്തപ്രചാരമാകാതെ കിടക്കും. അതിൻ്റെ ഭാഗമായൊരു ആചാരം പോലെ രാമായണം ആദി രാമായണമാണ് പ്രസിദ്ധം. 100 ഗ്രന്ഥങ്ങളോടുകൂടിയ, കോടി ഗ്രന്ഥങ്ങളോടുകൂടിയ ബ്രഹ്മരാമായണം. അതിനെ അവലംബിച്ച് നാരദൻ ഉപദേശിക്കുന്നതാണ് മൂലരാമായണം. 100 ശ്ലോകങ്ങൾ. നാരദ ഉപദേശമനുസരിച്ച് ആദികവിയായ വാൽമീകി വിരചിതമാണ് ആദി രാമായണം, ആദികാവ്യം. ആ കാലത്ത് തന്നെ പ്രസിദ്ധമായ മറ്റൊരു രാമായണമുണ്ട്, ആഞ്ജനേയ രാമായണം. ശ്രീരാമൻ്റെ തന്നെ കൽപ്പന കൊണ്ട് ആഞ്ജനേയൻ കടലിൽ ഒഴുക്കിയെന്നാണ് ഐതിഹ്യം. പിന്നെ എങ്ങനെയാണ് അതുണ്ട് എന്നറിഞ്ഞത് എന്ന ചോദ്യത്തിന് ഉത്തരം, വിക്രമാദിത്യൻ്റെ കാലത്ത് അതിൻ്റെ ഒരു ഭാഗം കടലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലെ ശ്ലോകം ഉദ്ധരിച്ച് കാളിദാസ മഹാകവിയാണ് ഇത് ആഞ്ജനേയ രാമായണമാണ് എന്ന് കണ്ടെത്തുന്നതും ഒഴുക്കിയത് തൻ്റെ നാഥനായ രാമൻ്റെ കൽപ്പനപ്രകാരമാണെന്നും ഒഴുക്കാനുള്ള കാരണം രാമായണമില്ലാതെ തന്നെ രാമനെ അറിയുന്നിടത്തോളം ആഞ്ജനേയ നിന്നെ എല്ലാവരും അറിയും, എന്നാൽ എൻ്റെ ഭക്തനായ വാൽമീകിയെ ലോകമറിയുന്നതിന് രാമായണമേ വഴിയുള്ളൂ, നിന്റെ രാമായണം വന്നാൽ ആ അറിവുണ്ടാവില്ല എന്ന് പറഞ്ഞുവെന്നുമാണ് ഐതിഹ്യം. ഒരൈതിഹ്യം എന്ന നിലയിൽ മാത്രം സൂചിപ്പിച്ചതാണ്. അതിനപ്പുറം അതിന് പ്രസക്തി ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ മാത്രം അവർക്ക് പോയി പഠിക്കാം. പിന്നീട് അങ്ങോട്ട് രാമായണങ്ങളുടെ ഘോഷയാത്രയാണ് ഉണ്ടായത്. അധ്യാത്മരാമായണം മൂലം കഥയിൽ മാത്രമാണ് വാൽമീകിയെ അവലംബിക്കുന്നത്. ബാക്കിയെല്ലാം പുതുപുത്തനാണ്. സംഭവങ്ങളും ചരിത്രവും വാൽമീകിയിൽ നിന്ന് ഉൾക്കൊള്ളുകയും ഭക്തിയെ മുൻനിർത്തി വളരെ പ്രസിദ്ധമായി, വളരെ ലളിതമായി അധ്യാത്മരാമായണം മൂലം രചിക്കുകയുമാണ് ഉണ്ടായത്. കർത്താവിൻ്റെ കാര്യത്തിൽ ഭാരതീയ വൈജ്ഞാനിക ശാഖകൾ എന്നും ശങ്കാകുലമാണ്. വ്യാസൻ്റെയും ഭർതൃഹരിയുടെയും ഒക്കെ പേര് കേൾക്കുന്നുണ്ടെങ്കിലും തെലുങ്കു ദേശക്കാരനായ ഒരു മഹാപണ്ഡിതനാണ് അതിൻ്റെ കർത്താവ് എന്ന് കേട്ടുകേൾവിയുമുണ്ട്. ആ രാമായണമാണ് കർക്കിടക മാസത്തിൽ വായിക്കുന്നത്. ഞാൻ തുടങ്ങുന്നത് അതിനെ അവലംബിച്ചല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വാൽമീകി രാമായണമാകട്ടെ ആധുനിക ബുദ്ധിക്ക് പഠിക്കാവുന്നതിനപ്പുറവുമാണ്. എങ്കിലും അതിലെ ചില ഭാഗങ്ങളിൽ തുടങ്ങി അല്പദൂരം സഞ്ചരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര കണ്ടത് ശരിയായിരിക്കുമെന്ന് എനിക്ക് വലിയ ചിന്തയില്ല. അത് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക. അധ്യാത്മരാമായണമാണ്
ചാതുർമാസ്യത്തിലൊക്കെ പൊതുവെ വായിക്കുന്ന രാമായണം മൂലം. പല ഭാഷകളിൽ, വൈദേശിക ഭാഷകളിൽ ഉൾപ്പെടെ ഭക്തിസാന്ദ്രമായ അനേക വിവർത്തനങ്ങളുള്ളൊരു രാമായണമാണ് അധ്യാത്മരാമായണം. നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നീങ്ങാനും കൂടിയാണ് ഞാൻ പറയുന്നത്. എഴുത്തച്ഛൻ്റെ രാമായണം അധ്യാത്മരാമായണത്തിൻ്റെ സ്വതന്ത്ര വിവർത്തനം. വാൽമീകി രാമായണവുമായി അതിനൊരു ബന്ധവുമില്ല. അധ്യാത്മരാമായണം വേറെയാണ് മൂലം. അത്യന്ത ഭക്തിസാന്ദ്രമാണ് എഴുത്തച്ഛൻ്റെ രാമായണം. കമ്പർ, തുളസീദാസൻ, ഒരുപക്ഷെ എഴുത്തച്ഛനേക്കാൾ ഭാവദൂകതയിൽ ആറാടുന്നത് തുളസീദാസനാണെന്ന് പറയുന്നു ഭക്തിയുടെ കാര്യത്തിൽ. എഴുത്തച്ഛൻ്റെ ഭക്തിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ലിറിക്കൽ ഔട്ട്ബേഴ്സ്റ്റുകളുടെ പരമ്പരയുണ്ടാകും. സ്വയം ഇരിക്കാൻ പറ്റാത്ത കവി ഭക്തിയുടെ ഉത്തുംഗസാന്ദ്രമായ ലഹരിയിലേക്ക് വഴുതി വീഴുമ്പോൾ എഴുതാൻ ഉപയോഗിക്കുന്ന എഴുത്താണി വലിച്ചെറിഞ്ഞ് സ്വയം കാവ്യകലയിലേക്ക് വീഴുന്ന രംഗങ്ങൾ ഒട്ടേറെയാണ് രാമായണം. രാമായണ ആരംഭം തന്നെ എങ്ങനെയാണ്? എഴുത്തച്ഛനെ സ്മരിക്കാതെ കടന്നു പോകുന്നത് മര്യാദകേടായതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് സ്മരിക്കുന്നത്. വാണിയിടുക നാരദമെന്നുട നാവുതന്മൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ് കേണങ്കാനനെ യഥാകാനനെ ദിഗംബരൻ. വല്ലാത്തൊരു ഉപമയാണ്. കാനനമൂർത്തി ദിഗംബരനായി നിൽക്കുമ്പോൾ നവരസമൊലിക്കുന്ന മിഴിയാൽ അവനെ ആസ്വദിക്കുന്ന കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു ചിത്രം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കാവ്യകലയിലുണ്ട്. തമ്പുരാനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. അടങ്ങാതെ അന്തിക്കങ്ങ് അലർശര രിപുസ്വാമി നടനം നടത്തുമ്പോൾ സരസമത കൊണ്ടാടും അവനെ കൊടുങ്ങല്ലൂരമ്മയെ കുശലമടിയങ്ങൾക്കു തരണേ എന്നാണ് വരികളെന്നാണ് എൻ്റെ ഓർമ്മ. എഴുത്തച്ഛൻ കാവ്യകലയെ സ്വീകരിക്കുമ്പോൾ ആ ദിഗംബരമൂർത്തിയോട് തൻ്റെ നാവിൽ നൃത്തം ചെയ്യാൻ പറയുമ്പോൾ ഉപമിക്കുന്നത് കാനനത്തോടാണ് നാവിനെ. വൈദികാഭ്യസനം കുറഞ്ഞ തൻ്റെ നാവിന്മേൽ സൗദസത്യങ്ങൾ കൊട്ടിയടച്ച ഭക്തി മാത്രം വരദാനമായി കിട്ടിയ തൻ്റെ നാവിന്മേൽ
കാനനമൂർത്തി, ദിഗംബരമൂർത്തി കാനനത്തിൽ നൃത്തം ചെയ്യുന്നത് പോലെ ഹേ ദേവി സരസ്വതി അമ്മേ നീ നൃത്തം ചെയ്യണമേ എന്ന്. ഇടതടവില്ലാതെ വാണിയിടുക അനാരതം എന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യണങ്കാനനെ യഥാകാനനെ ദിഗംബരൻ. ദേവി നൃത്തം ചെയ്യുക തന്നെ ചെയ്യും. അമൃതാംബുധിയിലെ കല്ലോല പരമ്പരകൾ പോലെയാണ് ആ തൂലികയിൽ നിന്ന് വാക്കുകൾ ഒഴുകിയെത്തിയത്. എവിടെയെങ്കിലും ഒരിടത്ത് ഭഗവൻ നാമം സ്മരിക്കുമ്പോഴൊക്കെ എന്തൊരൊഴുക്കായിരുന്നു ആ നാവിന്. നവരസങ്ങളും ആ കൈകൾ സർവ്വതോ ഭദ്രമായി അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാ രസങ്ങളും വീരം, കരുണം, ബീഭത്സം, ഭയാനകം, ശാന്തം, അത്ഭുതമെല്ലാം. എന്നാൽ ഭക്തി, 10ാമത്തെ രസമായ ഭക്തി, ഭക്തിയെ രസമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. കാരണം നിങ്ങൾ മധുസൂദന സരസ്വതിയെ പഠിച്ചിട്ടുണ്ടാവില്ല. ശ്രീമത് സരസ്വതിയുടെ ഭക്തിരസായനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. ഭാരതീയ ആധ്യാത്മിക പൈതൃകത്തിലെ, ഭാരതീയ സന്യാസ പാരമ്പര്യത്തിലെ സർവകാലത്തെയും അത്ഭുത മനീഷയായിരുന്ന മധുസൂദന സരസ്വതിയാണ് ഭക്തിയെ 10ാമത്തെ രസത്തിൽ വളരെ മുമ്പ് തന്നെ ആനയിച്ചിട്ടുള്ളത്. ആ സാമ്പ്രദായിക പ്രതിഭയുടെ ആ വഴികളിൽ തന്നെ എഴുത്തച്ഛൻ സഞ്ചരിച്ചുവോ എന്ന് തോന്നുമാറ് ഭക്തിഭാവങ്ങൾ വർണ്ണിക്കുമ്പോൾ ഭാവദൂകതയിൽ ആറാടുന്ന ചിത്രം കാണാം. Poetry is the spontaneous overflow of powerful feelings and emotions എന്നോ, emotions recollected in tranquility എന്നോ പാശ്ചാത്യനായ വേർഡ്സ്വർത്ത് പറയുമ്പോൾ എഴുത്തച്ഛൻ്റെ കവനങ്ങളിലെ ട്രാൻസ്, ക്ഷുദ്രസമാധി അനുവാചക ഹൃദയങ്ങൾക്കൊരിക്കലും മറക്കാനാവില്ല. ലക്ഷ്മണോപദേശവും മറ്റും വരുമ്പോൾ ഒരു രാമനെന്ന് പറയാൻ ആധുനികനൊരു ശബ്ദം ജപിക്കാൻ വിഷമിക്കുമ്പോൾ എഴുത്തച്ഛനിലൂടെ ഒന്ന് കടന്നുപോയി നോക്കണം. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ കലർന്നു നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രവാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതും അതിന് ശോകിപ്പതിന് അന്തർമുദാവസിച്ചിടുക മാതാവേ. ഇങ്ങനെ തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന ഒരു ലക്ഷ്മണനെ വല്ലാത്തൊരു ചിത്രമാണ്. ശ്രീരാമൻ വനത്തിന് പോവുകയാണ്. ഇളയമ്മയ്ക്ക് 2 വരങ്ങൾ നൽകി അച്ഛനെന്നും, ഒന്ന് ഭരതനെ വാഴിക്ക എന്നതും മറ്റേത് എന്നെ വനത്തിനയക്കുക എന്നാണെന്നുമൊക്കെ പറഞ്ഞ് വിഷാദിച്ച് കൗസല്യ നിൽക്കുമ്പോൾ, അത് കേട്ട് വിഷാദിച്ച് നിൽക്കുമ്പോൾ കോപാകുലനായ ലക്ഷ്മണന്റെ വാക്കുകളാണ് എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത്. കരുണം,
വീരം, രൗദ്രം എല്ലാം ഏതവസരത്തിലും പുറത്തേക്ക് വരാൻ പാകത്തിന് നിൽക്കുന്ന ഒരു മസ്തുളങ്കം. അത് വാത്സല്യത്തിൻ്റെ തലങ്ങളിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ ആ ലക്ഷ്മണനെ കണ്ടിട്ട് യുദ്ധം പറഞ്ഞു ലോകത്രയം തദ്രുഷാദഗ്ധമമ്മാർ സൗമിത്രി നിൽക്കും നേരം. ഇത്രയും പ്രചണ്ഡമായി നിൽക്കുമ്പോൾ മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു. വീടുകളിലൊക്കെ ഇന്ന് പിള്ളേർക്കൊക്കെ ഓട്ടിസമുള്ള കാലമാണ്. വളർത്താനറിയാത്ത തള്ളമാരാണ് ഇതിന് കാരണം. വീട്ടിൽ വരുന്നവരുടെയൊക്കെ മുമ്പിൽ കുട്ടി ആടണം, പാടണം, മുതിർന്നതിനെ പോലെ പെരുമാറണം. ബാല്യം ഉൾക്കൊള്ളാൻ ഒരു മുതിർന്നതിനും ഇന്ന് ഇഷ്ടമല്ല. ബാല്യമില്ല കുഞ്ഞുങ്ങൾ. കോപിക്കുന്ന കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുമ്പോൾ വാത്സല്യം നുകർന്ന് നൽകുമ്പോൾ ഒക്കെ താനറിയാതെ ഉരുകി ഒലിച്ചു പോകുന്ന കോപവും താപവും അവൻ്റെ മസ്തുളങ്കത്തെ പര്യാപ്തമായ പരിവർത്തനത്തിലേക്ക് നയിക്കുമ്പോൾ പൂർവജന്മാർജിതങ്ങളായ മൃഗായതനങ്ങളിൽ നിന്ന് മാനവസീമയിലേക്ക് വ്യക്തി വരുന്ന രംഗം കാണണമെങ്കിൽ കോപാകുലനായ ലക്ഷ്മണന്റെ മുമ്പിൽ നിൽക്കുന്ന രാമനെ ഒന്ന് കണ്ടാൽ മതി. ഈ കർക്കിടക മാസം ഒരുപാടൊന്നും പഠിക്കണ്ട. അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എഴുത്തച്ഛൻ ഭാവദൂകതയിൽ ആറാടുന്നത്. യുദ്ധം പറഞ്ഞു ലോകത്രയം തദ്രുഷാദഗ്ധമമ്മാർ സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായി ആലിംഗനം ചെയ്തു. ഇത്രയും ചെയ്യുന്ന ഒരു പിതാവിൻ്റെ മകനായി, ഒരു മാതാവിൻ്റെ മകനായി ജനിക്കാനിടയായാൽ ആ ജന്മസാഫല്യം എന്തായിരിക്കും? ഓടിക്കുകയും കല്ലെടുത്തെറിയുകയും തെറിവിളിക്കുകയും കുരുത്തം കെട്ടവനെ എന്ന് വിളിക്കുകയും ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന് കുറേ പണവും സമ്പാദിച്ചു കൊടുത്ത് അത് കൺമുമ്പിൽ വെച്ച് മുടിച്ച് തേച്ച് കഴുകി തന്തയും തള്ളയും തെറിയും വിളിച്ച് ജീവിക്കുന്ന ദുർഭഗ സന്തതികളെ പെറ്റുകൂട്ടുന്ന ആധുനികതയ്ക്ക് മുമ്പിൽ എഴുത്തച്ഛൻ വരയ്ക്കുന്നത് സത്യത്തിൻ്റെ സമുജ്വല ചിത്രമാണ്. എനിക്ക് തുടരാമോ? ഇനി ഞാൻ മര്യാദയ്ക്ക് ചോദിക്കണം, എനിക്ക് തുടരാമോ? നിങ്ങൾക്ക് പറയാം, നിങ്ങളുടേതാണ് സ്ഥലം, ഞാനിവിടെ അതിഥി മാത്രമാണ്. തുടരാമോ? എത്ര മനോഹരമായാണ് ആ രംഗം വരച്ചു കാണിക്കുന്നത്. നാടകീയമായി വരച്ചു കാണിക്കുന്ന ഒരു രംഗം. ആ ചെന്നൊരു ആലിംഗനം ചെയ്യുമ്പോൾ എല്ലാം അങ്ങ് പോവും. ഇത് കണ്ടിട്ട് എഴുത്തച്ഛൻ ഇരിക്കപ്രതിയില്ലാവും. അദ്ദേഹം ആ തൂലിക വലിച്ചൊരേറു വെച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ ഹൃദയം പിളർന്ന വാക്കുകളാണ് വരുന്നത്. സുന്ദരനിന്ദിരാമന്ദിരവത്സൻ ആനന്ദസ്വരൂപനിന്ദിര വിഗ്രഹനിന്ദീവരക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ദ്യഘ്രിയുഗ്മാരവിന്ദൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരുവൃന്ദ മന്ദാരദാരൂപമൻ. ഒരു രാമൻ. എന്തു വിശേഷണം, എന്തു വിശേഷണം.
കാവ്യങ്കന കമന്ന് കിടക്കുന്ന രംഗം. ചുമ്മാതായിരിക്കുമോ വള്ളത്തോട് പാടിയത്? കാവ്യം സുഗേയം കഥ രാഘവീയം കഥാവ് തുഞ്ചത്തുളവായ ദിവ്യൻ എന്ന്. മറ്റത് ഞാൻ ചൊല്ലിക്കൊണ്ടാണ് ഉപയോഗിക്കാത്തത്. ഭക്തിമയം പോരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സുന്ദരനിന്ദിരാമന്ദിരവത്സനാനന്ദ സ്വരൂപനിന്ദിര വിഗ്രഹനിന്ദീവരാക്ഷൻ ഇന്ദ്രാദിവൃന്ദാരക വൃന്ദ വന്ദ്യഘ്രിയുക്മാരവിന്ദൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദ മന്ദാരദാരൂപമൻ. ഒരു പ്രാവശ്യം വായിച്ചാൽ മലയാള ഭാഷയൊക്കെ നാവിൽ എങ്ങനെ തത്തിക്കളിക്കുമെന്ന് ആലോചിച്ചു. നിങ്ങളുടെ പിള്ളേർക്ക് നേരാമണ്ണം മലയാളം പറയാൻ അറിയാമോ? മലയാളം കുരച്ചാണ് ഇപ്പോൾ അരിയുന്നത്. അസത്തുക്കളെ പറ്റ കേരളം. ഭാഷ എങ്ങനെയാണ് കോമളമാകുന്നതെന്ന് അറിയണമെങ്കിൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിലൂടെ മാത്രം പോയാൽ മതി. ആ എഴുത്തച്ഛനെ നമസ്കരിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ലക്ഷ്മണോപദേശത്തിലൂടെയൊക്കെ ബഹുദൂരം പോകും. അതൊക്കെ വേറെ ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ വിഷയം വെച്ചിട്ടുള്ളതുമായിരിക്കും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാനുള്ളത് ആഞ്ജനേയനെയാണ്. ആഞ്ജനേയൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് കിഷ്കിന്ധാകാണ്ഡത്തിലാണ്. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ രാമായണത്തിൻ്റെ ഫ്ലാഷ് ബാക്കിൽ ആഞ്ജനേയൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എഴുത്തച്ഛൻ്റെ രാമായണം അധ്യാത്മരാമായണത്തിൻ്റെ തർജ്ജമയായതുകൊണ്ട് അധ്യാത്മരാമായണം അത്യന്താധുനികമായൊരു ഫ്ലാഷ് ബാക്കിലാണ് രംഗപ്രവേശം ചെയ്യുന്നത്. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ, പരിണാമഗുപ്തി ഉണ്ടാകാൻ പാകത്തിന് ആദ്യം ഒരവതരണം രാമായണത്തിലുണ്ട്. അധ്യാത്മരാമായണം ആർക്കുള്ളതാണെന്നൊരു സൂചനയും കൂടെ അതിലുണ്ട്. രാമരാവണ യുദ്ധമൊക്കെ കഴിഞ്ഞ് അഭിഷേകവും കഴിഞ്ഞിരിക്കുമ്പോൾ രാമനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആഞ്ജനേയനെ നോക്കി രാമൻ സീതയോട് പറയുന്നതാണ്, സീതയെ ആഞ്ജനേയന് രാമതത്വം ഉപദേശിക്കും. അധ്യാത്മരാമായണത്തിലെ രാമൻ രാജാവല്ല. അധ്യാത്മരാമായണത്തിലെ രാമൻ ദശരഥന്റെ പുത്രനുമല്ല. അധ്യാത്മരാമായണത്തിലെ രാമൻ രാവണവധം നിർവഹിച്ചിട്ടുമില്ല. അതുകൊണ്ട് അധ്യാത്മരാമായണം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആഞ്ജനേയനോട് സീത ആദ്യമായി പറയുന്നത് തന്നെ രാമചരിതത്തിൻ്റെ നിഷേധമാണ്. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ ദശരഥപുത്രനായി ജനിച്ചുവെന്നും എന്ന് തുടങ്ങി രാമാഭിഷേകം വരെയുള്ള കഥ പറഞ്ഞിട്ട് സീത ആഞ്ജനേയനോട് പറഞ്ഞത്, ഇല്ല ആഞ്ജനേയ, ഇല്ല, ഇതൊന്നും രാമൻ ചെയ്തിട്ടില്ല. രാമൻ കർത്താവുമല്ല ഭോക്താവുമല്ല. ഔട്ട്സെറ്റിൽ, കൃതിയുടെ ആരംഭത്തിൽ വായനക്കാരൻ്റെ അന്തരംഗത്തെ പിടിച്ചു നിർത്തി
എങ്ങനെ രാമായണം വായിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ജനകജയെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇത്, വൈദേഹിയെ കൊണ്ട്. നിങ്ങൾ വിശ്വസിച്ച കഥയൊന്നും രാമൻ്റെ അല്ല. ഇല്ല ആഞ്ജനേയ, ഇല്ല, രാമൻ ഇതൊന്നും ചെയ്തിട്ടില്ല. രാമൻ കർത്താവുമല്ല, ഭോക്താവുമല്ല, സത്താമാത്രനത്രേ. രാമനിൽ ഇതെല്ലാം ഏൽപ്പിക്കുന്നവർ മൂഢാത്മാക്കളാണ്, എന്നെയും നിങ്ങളെയും പോലുള്ളത്. വർഷം തോറും വന്ന് രാമൻ്റെ പേരിൽ ഇതൊക്കെ ഏൽപ്പിച്ച് എതിർത്തോ അനുകൂലിച്ചോ പ്രസംഗിക്കുന്ന എന്നെപ്പോലുള്ളവരും അത് കേട്ട് വിഡ്ഢിത്തം ചമയുന്ന നിങ്ങളെപ്പോലുള്ളവരുമാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത്. ഇല്ല ആഞ്ജനേയ, രാമൻ ഇതൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ സമ്മതിക്കുമോ? രാമായണത്തിനൊരു പുനർവായന വേണ്ടി വരുമോ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ? ഞങ്ങൾ വായിച്ച രാമായണം അല്ലേ സ്വാമി പറയുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അധ്യാത്മരാമായണം മൂലമോ എഴുത്തച്ഛൻ്റെയോ എടുത്ത് മുമ്പിലേക്ക് വെച്ച് വായിച്ചു നോക്കിക്കോളൂ. ഇതൊന്നും രാമൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം ചെയ്തത് ഞാനാണ്. മൂലപ്രകൃതി, സംസ്കൃതി, അവിദ്യ. ഇങ്ങനെ സീത പറഞ്ഞുകൊടുത്ത് കേൾക്കുമ്പോൾ അത്ഭുതസ്തബ്ധനായി നിൽക്കുന്ന ആഞ്ജനേയന് രാമൻ രാമഹൃദയം ഉപദേശിച്ച് കഴിഞ്ഞാണ് രാമായണം നിങ്ങൾക്ക് വേണ്ടി കവി അവതരിപ്പിക്കുന്നത്. അതതിൻ്റെ സൂചനയാണ്, വായിക്കാനുള്ള ലിംഗങ്ങളുടെ. എങ്ങനെ രാമായണം വായിച്ചാലാണ് പ്രയോജനം കിട്ടുക? അത് കഴിഞ്ഞാലൊരു ചോദ്യമില്ല. ബാലിയെ വധിച്ചില്ലേ? ചോദ്യമില്ല. രാവണവധം നിർവഹിച്ചില്ലേ? ഇല്ല. ഇത് സീത എവിടുന്നാണ് പഠിച്ചത് എന്നുകൂടെ അറിയുന്നത് നല്ലതാണ്. സീതയ്ക്കാരാണ് രാമൻ്റെ ഈ ഗുണഗണങ്ങൾ ഉപദേശിച്ചു കൊടുത്തത്? ലോകത്ത് ആരുപദേശിക്കുമ്പോഴാണ് ഒരുവൻ്റെ ഗുണഗണങ്ങൾ അത്ഭുതമാകുന്നത്? സീത സാക്ഷാൽ രാവണനിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ളതല്ല രാവണൻ. നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്തെ രാവണൻ കുട്ടി നായരെയും രാമൻ നമ്പൂതിരിപ്പാടിനെയും ആഞ്ജനേയ ആചാര്യയെയും ഒക്കെ ചേർത്ത് വെച്ചൊരു കഥ രചിക്കുന്നുവെന്നല്ലാതെ നിങ്ങൾ രാമായണമൊന്നും വായിക്കാറില്ല. രാമൻ്റെ ജീവചരിത്രത്തിൻ്റെ കാണ്ഡമായ ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, കിഷ്കിന്ധകാന്ഡം, യുദ്ധകാന്ഡം ഒക്കെ കൂടാതൊരു കാണ്ഡമുണ്ട്. അതിന് സുന്ദരകാന്ഡമെന്നാണ്. അതിലാണ് കവിത്വം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അവിടെ വെച്ച് ശിംശപാവൃക്ഷച്ചുവട്ടിൽ രാമരാമേതി ജപത്തോടുകൂടിയിരിക്കുന്ന സീതയെ സമീപിക്കുന്ന ഒരു രാവണനുണ്ട്. ആ രാവണൻ ഒരു രാമനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ശൃണു സുമുഖി തവ ചരണ നളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദമേ. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പറഞ്ഞ് തവ ഗുണസമുദയമലിവൊടു ഭുജിക്കിലും ശുഭ്രുസുചിരമരികേ വസിക്കിലും നിത്യമുപഗൂഹനം ചെയ്യിലും. ഹേ സീതയെ, നിന്നെ നിത്യവും കെട്ടിപ്പിടിക്കുമെങ്കിലും ഉപഗൂഹനം ചെയ്യിലും, ആലിംഗനം ചെയ്തെന്നിരിക്കലും, നിന്റെ അരികിൽ വസിക്കുമെങ്കിലും
സുബ്രുച്ച് സുചിരാം അരികെ വസിക്കലും താല്പര്യം നിന്നിലില്ലവനേതുമേ. ഭവതിയെയും ഒരു ശബര തരുണിയെയും ആത്മന കണ്ടാൽ. വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? എന്താ രാവണൻ പറഞ്ഞത്? നിങ്ങൾ വായിച്ചതും രാമായണത്തിൽ എഴുതിയതും തമ്മിലൊരു അന്തരമുണ്ട്. നിങ്ങൾ വായിച്ചത് എങ്ങനെയാണ്? സീതേ, നീയും ഒരു പറയ വനിതയും രാമൻ ഒരുപോലാണ്. അങ്ങനല്ലേ വായിച്ചത്? അല്ലേ? അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നു. ഭവതിയെയും ഒരു ശബര തരുണിയെയും ആത്മന കണ്ടാൽ. ഇത് രാവണനാ പറയുന്നത്. മാംസചക്ഷുസിൽ കാണുമ്പോഴെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് രാവണനായ എന്നെ പോലുള്ളവർക്കുള്ളതാണ്. ആരെങ്കിലും കണ്ടാൽ മാംസചക്ഷുസ് കൊണ്ട് നോക്കുന്നത്. രാമന്റെ ചക്ഷുസ് മാംസചക്ഷുസല്ല. ആത്മദൃഷ്ടിയിൽ എല്ലാം താൻ തന്നെയാണെന്ന് കാണുന്ന രാമൻ നിന്നെയോ ശബരിയെയോ വേറിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്ന് നിന്നോടിത് പറയുമ്പോൾ നിന്നെ അന്വേഷിക്കുന്ന രാമൻ അവിടെ ശബരിയുടെ ഉച്ഛിഷ്ടമാണ് ഭക്ഷിക്കുന്നത്. നിസ്സാരനായ രാമനല്ല പറഞ്ഞു കൊടുക്കുന്നത്. ശോഭജനുമൊരവനി സുരവരനും അവനൊക്കും ഇശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. പട്ടിയിറച്ചി തിന്നുന്ന ചണ്ടാലൻ, സർവാദരണീയനായ ബ്രാഹ്മണൻ, തലകീഴായി തപസ് ചെയ്ത ചണ്ടാലനെയും സർവാദരണീയനായ സാമവേദിയായ സർവശാസ്ത്ര വിശാരദനായ ശിവതാണ്ഡവം, ബാലചികിത്സ, അർക്കപ്രകാശം, ഗായത്രി മന്ത്രഭാഷ്യം ഇവയൊക്കെ രചിച്ച മഹാപണ്ഡിതനും സാമവേദിയുമായ എന്നെയും ഒരുപോലെ കാണുന്നവനാണ്. വായന മാറ്റി വായിക്കേണ്ടി വരുമോ? എന്നെ വിളിക്കണ്ടായിരുന്നു എന്ന് തോന്നില്ലേ? രാമലീല മൈതാനത്ത് നിങ്ങൾ രാവണനെ ഉണ്ടാക്കി കത്തിക്കുമ്പോൾ രാമന്റെ എക്കാലത്തെയും മഹാഭക്തനെയാണ് കത്തിക്കുന്നത്. രാവണന്റെ ഭക്തിയുടെ ഒരു അംശം നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ രാമസായുജ്യത്തിന് വിളംബമരുതെന്ന് കരുതി തൻ്റെ സഹോദരിയെ നിഷ്കരുണം പറഞ്ഞു വിടുകയും തൻ്റെ മാതുലനെ രാമപാദങ്ങളിൽ അമരാൻ വിടുകയും സ്വയം തൻ്റെ ദശശിരസ്സുകളും ആ പാദങ്ങളിൽ അർപ്പിച്ച് ശ്രേയോമാർഗത്തിൽ രാമാന്തികത്തിലേക്ക് പോവുകയും ചെയ്ത സമുജ്വല ഭക്തനായ രാവണൻ പാശ്ചാത്യൻ കവിതയും സാഹിത്യവും വായിക്കുന്ന പോലെ വായിക്കാൻ പഠിച്ച നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഭാരതീയ സാഹിത്യത്തിൻ്റെയും ഭാരതീയ കലയുടെയും ഭാരതീയ വൈജ്ഞാനികതയുടെയും മർമ്മമറിയാൻ കഴിയണമെങ്കിൽ ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സമുജ്വലമായി വായിക്കാനും പഠിക്കാനും ശിക്ഷാശാസ്ത്രം പഠിക്കണം.
വീണ്ടും ഞാൻ വിഷയം വിട്ട് അല്പം പറഞ്ഞുപോയി. സീതയെ ഒന്ന് സ്മരിച്ചപ്പോൾ പറഞ്ഞു പോയതാണ്. ലോകത്തെ എക്കാലത്തെയും മാതൃത്വത്തിൻ്റെ മഹനീയ മാതൃക. അതുകൊണ്ട് ഓർക്കാതെ പറഞ്ഞു പോയത്. നമുക്ക് തിരിച്ചാഞ്ജനേയനിലേക്ക് വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഈ ആഞ്ജനേയൻ രംഗപ്രവേശം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഷ്കിന്ധാകാണ്ഡത്തിലാണ്. സന്ദർഭം രാവണൻ സീതയെ കൊണ്ടുപോയി കഴിഞ്ഞു. ജടായുപതനം കഴിഞ്ഞ് ശബരി വൃത്താന്തവും കഴിഞ്ഞ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡം 3-ാം സർഗത്തിലാണ് ആഞ്ജനേയൻ ആദ്യമായി രംഗപ്രവേശം ചെയ്തു. ആഞ്ജനേയൻ രാമലക്ഷ്മണന്മാർക്ക് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നു. നീ ആരാണെന്ന് സംശയഗ്രസ്തരായി രാമലക്ഷ്മണന്മാർ നിന്ന് നോക്കുമ്പോൾ, ചോദിക്കുമ്പോൾ ആണ് ആഞ്ജനേയൻ രാമലക്ഷ്മണന്മാർക്ക് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത്. മനോഹരമായ ഒരു മുഹൂർത്തമാണ് അത്. ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ അഞ്ജനാനന്ദനാണ്. സുഗ്രീവന്റെ മന്ത്രിയാണ്. ബാലിയെ ഭയന്ന് സുഗ്രീവൻ ഋഷ്യമൂകാചലത്തിൽ കഴിയുക. അസാധാരണ ശക്തിയും വീര്യവുമെല്ലാമുള്ള നിങ്ങൾ ഈ വനത്തിൽ എന്തിനാണ് വന്നത്? ഇത് കേട്ട് ആഞ്ജനേയനെ ലക്ഷ്മണന് രാമൻ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ചിത്രമുണ്ട്. നിങ്ങൾ കേൾക്കുകയും പരിചയപ്പെടുകയും ചിത്രത്തിൽ കാണുകയും ചെയ്യുന്ന ആഞ്ജനേയനാണോ ഇതെന്ന് പേർത്തും ആലോചിച്ചു. മൂലം ശരിയായി വായിച്ച് ശക്തമായി ഓർത്തു നോക്കണം. ഏതച്ഛിത്വാ വചനസ്തസ്യ രാമോ ലക്ഷ്മണമബ്രവീത് പ്രഹൃഷ്ടവദന ശ്രീമാൻ ഭ്രാതരം പാർശ്വതസ്ഥിതം. തൻ്റെ പാർശ്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മണനോട് ആഞ്ജനേയൻ്റെ വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ പ്രസന്നവദനായി ഉത്സാഹത്തോടുകൂടി ഇപ്രകാരമുള്ള വാക്കിനെ പറഞ്ഞു. സജീവോയം കവീന്ദ്രസ്യ സുഗ്രീവസ്യ മഹാത്മനഃ തമേവ കാംക്ഷമാണസ്യ മമാന്തിമിഹാഗതഃ. ഇവൻ മഹാനും വാനരരാജാവുമായ സുഗ്രീവന്റെ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഹിതത്തിനായി എൻ്റെ സവിധത്തിൽ വന്നു ചേർന്നതാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യം, എങ്കിലും തുടക്കം പറയേണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. തമഭ്യഭാഷത സൗമിത്രേ സുഗ്രീവ സജീവം കവിം വാക്യജ്ഞം മധുരൈർവാക്യൈ സ്നേഹയുക്തമരിന്തമ.
എങ്ങനെയാണ് ആഞ്ജനേയൻ ശത്രുനാശകനായ സുഗ്രീവ സജീവൻ, ഏതു ശത്രുവിനെയും ക്ഷണനേരം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന ഈ സുഗ്രീവ സജീവൻ ആ കപികുലശ്രേഷ്ഠനായ ഹനുമാനിൽ നിന്ന് മർമ്മം ഗ്രഹിപ്പിക്കുന്ന സ്നേഹപൂർവവും മധുരവുമായ വാണിയെ കേട്ടിട്ട് നീ അവനോട് മധുരമായി പ്രതിവചിക്കണം. അവൻ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? ഇനി നീ ചെന്ന് എനിക്ക് ഹിതമായി അവൻ എപ്രകാരമാണോ സുഗ്രീവൻ്റെ അനുചരനായി വന്നത് അതുപോലെ നീ പറയണം. എന്നിട്ട് അവനെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. നാൻ ഋഗ്വേദവിനീതസ്യ നാ യജുർവേദധാരിണഃ ന സാമവേദവിദുഷഃ ശക്യമേവം വിഭാഷിതും. നാ ഋഗ്വേദവിനീതസ്യ നാ യജുർവേദവിധാരിണഃ നാ സമവേദവിദുഷഃ ശക്യമേവം വിഭാഷിതും. രാമൻ ആഞ്ജനേയൻ്റെ വാക്കുകളെ കേട്ടിട്ട്, സുഗ്രീവന് വേണ്ടി പറഞ്ഞ മർമ്മഗ്രാഹിയായ വാക്കുകളെ കേട്ടിട്ട് ആ രാമൻ കൊടുക്കുന്നൊരു സർട്ടിഫിക്കറ്റായത്. നാ ഋഗ്വേദവിനീതസ്യ. എപ്പോഴാണ് ഒരാൾക്ക് വിനയമുണ്ടാകുന്നത്? ഋഗ്വേദ വിചക്ഷണനാവും. വൈദികി ശ്രുതി സ്മരിച്ചാൽ വിനയം വരും. എന്താ നമുക്കിന്ന് ആധുനിക കാലത്ത് വിനയമില്ലാത്തത്? നമ്മൾ വേദമല്ലല്ലോ പഠിക്കുന്നത്. ഒരു ജന്മം മുഴുവൻ വൈദേശിക ഭാഷയുടെ സ്പെല്ലിങ് പഠിക്കാൻ ചിലവാക്കുകയല്ലേ, വേറെ ഒന്നും കയ്യിലില്ലല്ലോ. എന്നിട്ട് കോമൺ സെൻസ് വല്ലതും ബാക്കി കയ്യിലുണ്ടോ? ഏതെങ്കിലും പ്രതിസന്ധിയിൽ ജീവിക്കാൻ പറ്റുമോ ആത്മഹത്യയല്ലാതെ? പഠിത്തം കഴിഞ്ഞൊരു 8ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ഏതാണ്ട് മാനിയാക്ക് ഡിപ്രഷൻ, ബൈപ്പോളാർ, സ്കീസ്ട്രോഫീനിയ, പാരനോയിഡ് സ്കീസ്ട്രോഫീനിയ, പോരെ പൂരം. ഗുളികയടിക്കാതെ ഒരു രാത്രി ഉറങ്ങാൻ പറ്റുമോ? എന്നോട് ദേഷ്യം വരുമോ? എന്നോട് ദേഷ്യം വരുമോ? കുറച്ച് ഇല്ലാതില്ല. പറഞ്ഞതിൽ സത്യമുണ്ടോ? ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിക്കുക. ബുദ്ധിയെ വിനയാന്വിതമാക്കുന്നത് ഋഗ്വേദമാണ്. വൈദികി പ്രാതിശാഖ്യങ്ങളോടും കൽപ്പസൂത്രങ്ങളോടും ശിക്ഷാ വ്യാകരണാദികളോടുമൊക്കെ കൂടി വൈദികിയുടെ അകപ്പൊരുൾ അറിയുന്നതിനൊന്ന് ശ്രമിച്ചാൽ രാമകഥയെ കൊണ്ടിരുന്നതും വൈദികി തന്നെയാണ്. ഋഗ്വേദത്തിലെ ഒരു സൂക്തം ഗുരുവർദ്ധത്തിനായി വനത്തിലേക്ക് പോയ സൂക്തമാണ്. അതിൽ നിന്നാണ് രാമായണം ഋഷികവി രചിക്കുന്നത്. അഹല്യാസൂക്തം മറ്റൊരു സൂക്തമാണ്. ഋഗ്വേദത്തിലെ വ്യത്യസ്ത സൂക്തങ്ങളുടെ സമീചീന സമ്മേളന സ്ഥാനമാണ്
രാമായണം. വാൽമീകി അത് രചിക്കുമ്പോൾ രാമൻ്റെ യാത്രയല്ല. നിങ്ങൾ തെറ്റിയാണ് അതിൻ്റെ വ്യുൽപ്പത്തി കാണുന്നത്. രാമസ്യ അയനമിതി രാമായണമെന്നാണ്, ഇല്ലയോ? അങ്ങനെയല്ല, രാമായാഹ അയനമിതി രാമായണം. രാമയുടെ അയനമാണ് രാമായണം. രാമയുടെ അയനം തീരുമ്പോൾ രാമായണവും തീരും. ബാക്കി വാചനക്കാരൻ്റെ വിചാരധാരയിൽ മാത്രമാണ് നിൽക്കുന്നത്. വിചാരധാരാ പ്രവാഹത്തെ അത്യന്താധുനിക കവികൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിമനോഹരമായ ശീലുകളിൽ അവതരിപ്പിച്ച് മനോഹരമായി വിജയിച്ചയാളാണ് വാൽമീകി. ബോധധാരയ്ക്ക് അത്ഭുതകരങ്ങളായ കഴിവുകൾ പരിണാമഗുപ്തിയിലുണ്ടെന്ന് കാവ്യസമീപനത്തിൻ്റെ ആദ്യാദർശങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട ആദികവി. അദ്ദേഹം രചിച്ചത് രാമയുടെ അയനമാണ്. ആണെന്നുള്ളതിന് തെളിവ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ രാമൻ സീതയോട് പറയുന്നൊരു പദമുണ്ട്. സീതയെ, രാവണവധം കഴിഞ്ഞു, എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചു. 8 ദിക്കുകളിൽ എങ്ങോട്ട് വേണമെങ്കിൽ നിനക്കിനി പോകാം. നേത്രരോഗിക്ക് ദീപമെന്ന പോലെ നീ എനിക്ക് അബദ്ധിയാം. അധ്യാത്മരാമായണത്തിലില്ല, തെറ്റിദ്ധരിക്കരുത്. വാൽമീകി രാമായണം. വാൽമീകി രാമായണത്തിലെ രാമൻ സീതയോട് നേരെ പറയുന്നതാണ്, നേത്രരോഗിക്ക് ദീപമെന്ന പോലെ നീ എനിക്ക് അബദ്ധിയാം. പുരുഷ സത്യസന്ധതയുടെ അവസാനത്തെ വാക്ക്, ഭാരതീയ മൗലികതയുടെ അത്യന്തഭാസുരമായ വാക്ക്. ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ശക്തിസ്വരൂപിണിയോടുള്ള ആരാധനയുടെ അത്യുജ്വലമായ വാക്ക്. കാരണം ആരണ്യകാണ്ഡത്തിൽ ഈ രാമനാണ് ലക്ഷ്മണനോട് പറഞ്ഞത്, സീത പൊയ്പോയതിലല്ലനിയ എനിക്ക് ദുഃഖം, അവളുടെ യൗവനം പോയി പോകുമല്ലോ എന്ന് വെച്ചാണ്. ആ രാമൻ ഇന്ന് യുദ്ധാനന്തരം പറയുമ്പോൾ സത്യസന്ധമായി സീതയോട് പറഞ്ഞത്, നേത്രരോഗിക്ക് ദീപമെന്ന പോലെ നീ എനിക്ക് അബദ്ധിയാണ്. നേത്രരോഗിക്ക് ദീപം അബദ്ധ്യമാകുന്നത് നേത്രത്തിൻ്റെ രോഗം കൊണ്ടോ ദീപത്തിൻ്റെ അശുദ്ധി കൊണ്ടോ? ചോദ്യം മനസ്സിലായില്ല. നേത്രരോഗിക്ക് ദീപം അബദ്ധ്യമാകുന്നത് നേത്രത്തിൻ്റെ രോഗം കൊണ്ടോ ദീപത്തിൻ്റെ അശുദ്ധി കൊണ്ടോ? നേത്രത്തിൻ്റെ രോഗം കൊണ്ടാണ്. ദീപം ഒരിക്കലും അശുദ്ധമാവില്ല. പതിവ്രതാധർമ്മത്തിൽ ഉറച്ചു നിന്ന എൻ്റെ ധർമ്മപത്നി ഒരിക്കലും വഴിതെറ്റിയില്ലെന്നും അവൾ സർവദാ ശുദ്ധയാണെന്നും ലോകത്തിനു മുമ്പിൽ ഉറക്കെ പറഞ്ഞ് തൻ്റെ മനസ്സിന് കളങ്കമുണ്ടായത് മാത്രമേ ഉള്ളൂവെന്ന് പശ്ചാത്താപ വിവശനായി പറയുകയും അവളിരിക്കുന്നിടത്തിരിക്കുവാൻ രാജ്യലക്ഷ്മിയെ കാക്കുന്ന എനിക്കാവില്ലെന്നറിഞ്ഞ് അവളെ ഭാരതീയ ആധ്യാത്മികതയുടെ ഈറ്റില്ലമായ വാൽമീകി ആശ്രമത്തിൽ കുടിയിരുത്തി ആ സർവാംഗീണവും സർവാദരണീയവുമായ രംഗവേദിയിലേക്ക് ഉയരുവാൻ കഴിയാത്തതിൽ പരിതപിച്ച് കാലമെത്തുമ്പോൾ നാം തമ്മിൽ കണ്ടുകൊള്ളാമെന്ന വ്യവസ്ഥയിൽ പിരിയുന്നൊരു രാമൻ്റെ ഗദ്ഗത സമന്വിതമായ ചിത്രം വാൽമീകി വരച്ചതുപോലെ ഒരു കവിക്കും വരയ്ക്കാനാവില്ല.
സ്വന്തം തെറ്റുകളെ അന്യൻ്റെ തലയിൽ വെച്ച് മാത്രം ശീലിച്ചിട്ടുള്ള ആധുനിക ജനതയ്ക്ക് വായിക്കാൻ കൊള്ളുന്ന ഗ്രന്ഥമല്ലെന്ന് മാത്രമല്ല, അവരിയ്ക്കുന്നതിൻ്റെ 7 അയൽവക്കത്തെത്തിക്കാൻ കൊള്ളുകയില്ലാത്ത ഗ്രന്ഥമാണ് രാമായണമെന്ന് മറക്കരുത്. ആദ്യം തുടങ്ങിയതായിരുന്നു നല്ലതല്ലേ? ആദ്യം പറഞ്ഞതൊക്കെ ആയിരുന്നു നല്ലത്. ഇത് നിങ്ങളുടെ ഉറക്കം കെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം പറഞ്ഞത് ശാന്തമായി ഉറക്കാൻ പോകുന്നതാണ്. വിഷയം ഇതായതുകൊണ്ടാണ്. അതുകൊണ്ട് രാമന് നന്നായി അറിയാം ആത്മവത്തയുടെ എല്ലാ അംശങ്ങളും എല്ലാ സുചരിതങ്ങളും അറിയുന്ന രാമൻ ആഞ്ജനേയനെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ആഞ്ജനേയനല്ല വാൽമീകി രാമായണം. നായിർഗ്വേദ വിനീതസ്യ. ഋഗ്വേദം കൊണ്ട് വിനീതനും യജുർവേദധാരിണഃ. യജുർവേദം യജ്ഞകർമ്മങ്ങളുടെ വിധാനങ്ങളുള്ളതാണ്. യജുർവേദം ധാരണയെ മാറ്റിമറിക്കുന്നതാണ്. ഋഗ്വേദം കൊണ്ട് വിനയാന്വിതനും യജുർവേദം കൊണ്ട് ധാരണയുറച്ചവനും സാമവേദ വിദുഷ. സാമവേദ പാരംഗതൻ. വേദത്തിൽ സാമവേദം ഭഗവാന്റെ ശരീരമാണ്. സാമവേദം ഉത്തുംഗ പ്രഭാവപൂർണവുമാണ്. സാമവേദത്തിലാണ് തത്വമസി മുതലായ വാക്യങ്ങളും വരുന്നത്. ഓരോ വേദത്തിനും മഹാവാക്യങ്ങളുണ്ട്. നിർദ്ദേശക മഹാവാക്യമായ തത്വമസി സമവേദാന്തർഗതമാണ്. ഛാന്തോഗ്യത്തിൽ വൈദികിയിൽ ഏറ്റവും സമുജ്വലമായ ശാഖയാണ് സമം. മൂന്ന് വേദങ്ങളെയും പറഞ്ഞിട്ട് ഈ മൂന്ന് വേദങ്ങളിലും പണ്ഡിതനല്ലാത്ത ഒരുവന് ഋഗ്വേദ ജ്ഞാനം കൊണ്ട് വിനയാന്വിതനും യജുർവേദ ജ്ഞാനം കൊണ്ട് ധാരണ ഉറച്ചവനും സാമവേദ വിദ്വാനുമായ ഒരുവനുമല്ലാത്ത വേറൊരാൾക്കും ലക്ഷ്മണ ആഞ്ജനേയൻ പറഞ്ഞ വാക്കുകളെ പറയാനാവില്ല. എന്നാണ് രാമൻ്റെ സർട്ടിഫിക്കറ്റ്. മനുഷ്യൻ്റെ വാക്ക് അതാണ് ഒരുവനെ തിരിച്ചറിയാനുള്ള, ഒരുവനെ അനുഭവിക്കാനുള്ള, ഒരുവൻ എന്താണെന്നറിയാനുള്ള ഇത് ശബ്ദമാണ്. ശബ്ദസ്ഥാനങ്ങൾ അറിയുന്ന, പരയുടെയും പശ്യന്തിയുടെയും മധ്യമയുടെയും വൈഖരിയുടെയും സ്വരൂപമറിയുന്ന, ഉദാത്താനിത അനുദാത്ത സ്വരിതാദികൾ അറിയുന്നവൻ,
അനുനാസിക അനനുനാസികങ്ങളെ ഉൾക്കൊണ്ടവൻ. ഹ്രസ്വദീർഘപ്ലുതാദികളുടെ പ്രയോഗങ്ങൾ അനവദ്യസുന്ദരമായി മനസ്സിലാക്കിയവൻ. അർത്ഥം കേട്ടല്ല മാറ്റം വരുന്നത്, അർത്ഥമുണ്ടാവുകയാണ് ചെയ്യുന്നത്, പറയുന്നതിന് അർത്ഥമില്ല. അർത്ഥം കേൾക്കുന്നതുവരെ, ഉൾക്കൊള്ളുന്നതുവരെ ശ്രോതാക്കളിൽ ഒരാളും ക്ഷമിക്കുന്നുമില്ല. അതുകൊണ്ട് ലോകത്ത് ഒരു വാങ്മയവും അർത്ഥമറിഞ്ഞല്ല രൂപപ്പെടുന്നതും തീരുമാനത്തിലെത്തുന്നതും ഫലിക്കുന്നതും ഫലിക്കാതിരിക്കുന്നതും കലാപമാകുന്നതും കലാപമാകാതിരിക്കുന്നതും. അതുകൊണ്ട് ഭാഷയ്ക്ക് അർത്ഥമെന്നത് ശബ്ദം തന്നെയാണ്. വാഗർദ്ധാവിവ സംപൃക്തൗ വാഗർദ്ധ പ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ എന്ന് പ്രയോഗിക്കുമ്പോൾ കാളിദാസൻ പറഞ്ഞത് അർദ്ധനാരീശ്വര രൂപത്തിൽ വാഗർത്ഥങ്ങൾ ഒരുമിച്ചിരിക്കുന്ന രംഗമാണ്, ആലോചിച്ചു വരുന്ന അർത്ഥമല്ല. ആലോചിച്ചർത്ഥം കണ്ടുപിടിച്ച് വ്യാഖ്യാനിച്ചറിയേണ്ടി വരുമ്പോഴാണ് ജീവിതം ദുസ്സഹമായിത്തീരുന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതം ദുസ്സഹമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് പുറകെ ഗ്ലോസറിയുമായി 1.5 ആഴ്ച നിങ്ങൾ നടക്കുകയും വ്യാഖ്യാനിക്കുകയും പിന്നെ അത് കേട്ടവൻ ആലോചിക്കുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ആധുനിക പഠിപ്പിൻ്റെ മുമ്പിൽ വാർത്ത കേൾക്കുകയല്ല, വാർത്താവലോകനം നടത്തുകയാണ്. Am I right? Am I not right? ഒരുത്തൻ പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകില്ലാത്തതുകൊണ്ട് ഫോണിൽ കൂടെയും മറ്റുള്ളിടത്തൂടെയും ബാക്കിയുള്ളവർ വ്യാഖ്യാനിച്ചിട്ട് വേണം പിന്നെ മനസ്സിലാക്കാൻ. ശരിയല്ല. ശബ്ദത്തിലെ അർത്ഥമാണ് അർത്ഥം. കാരണം ശബ്ദം നിങ്ങളുടെ ദഹരാകാശത്തിലുണ്ടാക്കുന്ന ചലനമാണ് അതിൻ്റെ അർത്ഥം. ശബ്ദം നിങ്ങളുടെ നാഡീവ്യൂഹങ്ങളെ ചലിപ്പിക്കുമ്പോഴുണ്ടാകുന്നതാണ് അതിൻ്റെ അർത്ഥം. ശബ്ദം നിങ്ങളുടെ കോശകോശാന്തര വ്യാപാരങ്ങളെ മാറ്റിമറിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ശബ്ദമാണ് അർത്ഥം. നിങ്ങളുടെ ശബ്ദത്തിന് മാനവഹൃദന്തത്തിൻ്റെ സ്പന്ദനങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയാതെ വരുമ്പോഴാണ് നിഘണ്ടുക്കൾ ചുമക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാമൻ പറഞ്ഞത്, ഋഗ്വേദ വിനീതസ്യ. ഋഗ്വേദം കൊണ്ട് വിനയാന്വിതനായവൻ. മന്ത്രമാണ് ഋഗ്വേദം.
മന്ത്രസ്വനം കൊണ്ട് പ്രജ്ഞാസ്ഥൈര്യം വന്ന് പ്രജ്ഞയുടെ അപഭ്രംശം നീങ്ങി ധീ ധൃതി സ്മൃതി വിഭ്രംശമാകാതെ കർമ്മങ്ങളെ യഥാവിധി ചെയ്യാൻ കഴിയുന്നവൻ, നായിർഗുവേദ വിനീതസ്യ, അഗ്നിസോമങ്ങളുടെ അന്തർധാര അറിഞ്ഞവൻ, ഓം സോമായ സ്വഹ, ഓം പ്രജാപതയേ സ്വഹ എന്ന രണ്ടാഹൂതികൾ കൊണ്ട് സൃഷ്ടിസ്ഥിതികളുടെ അന്തരാളം വരെ അറിഞ്ഞ് അഗ്നിഷ്ടോമീയമായ യജനകർമ്മത്തിൻ്റെ ധാരണ വന്നവൻ, അഗ്നിവിശുദ്ധനായവൻ, അഗ്നിജയനം കഴിഞ്ഞവൻ, അഗ്നിവിദ്യയിൽ അഗാധ പണ്ഡിതൻ, സാമഗാനപ്രിയൻ, അങ്ങനെയുള്ളവനല്ലാതെ മറ്റാർക്കും ഇങ്ങനെ പറയാൻ പറ്റില്ല. ആഞ്ജനേയനെയാണ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. രാമായണത്തിലെ പരിചയപ്പെടുത്തുന്നത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ, വേറെ ആരായാലും കുഴപ്പമില്ല. ആ ആഞ്ജനേയന് നമ്മൾ കൊടുക്കുന്ന രൂപഭാവങ്ങളൊക്കെ ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കേണ്ടി വരുമോ? അടുത്തത് അതിലും ഗംഭീരമാണ്. നൂനം വ്യാകരണം കൃഷ്ണം അനേന ബഹുദാശ്രുതം ബഹുവ്യാഹരദാനേന കിഞ്ചിദവശബ്ദിതം. വികാരം, ഭാഷയുടെ വികാരം, അത് വ്യാകരണത്തിൽ അധിഷ്ഠിതമാണ്. ഇപ്പം അത് പഠിക്കേണ്ടെന്ന് തോന്നുന്നു. മൈ റൈറ്റ്? അപ്പം അങ്ങനൊന്നും ഒരു ഭാഷയിലും പഠിക്കേണ്ടെന്ന് തോന്നുന്നു. ശരിയായിരിക്കുമോ? ഭാഷ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് സ്കില്ലാന്ന് തോന്നുന്നു. ശരിയാണ്? കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ്, അത് പഠിക്കാനാണ് ഇപ്പോൾ ആളുകൾ മെനക്കെടുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് പോലും പരസ്പരം വിശ്വാസമില്ല. കഴിഞ്ഞ 50 വർഷത്തോളമായി വ്യവസായ വാണിജ്യ രംഗങ്ങളിലെല്ലാം ഈ കമ്മ്യൂണിക്കേറ്റിംഗ് സ്കില്ലുള്ളവരെ വെച്ച് സംസാരിപ്പിച്ച് കാര്യം നേടാമെന്ന് വിചാരിച്ചാണ് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത്. എല്ലാ കമ്പനികളും ഒരാഴ്ച കൊണ്ട് കുത്തുവാളിടുക. മാനേജ്മെൻറ്റ് ടെക്നിക്കുകളൊക്കെ പിക്നിക്കുകളായി മാറുക. ഇതിന് കാരണം ഭാഷയിലൊരു വികാരമുണ്ട്. അത് എളുപ്പമൊന്നും കിട്ടുന്നതല്ല. ചിലർ പറയണ്ട, നോക്കിയാൽ മതി മനസ്സിലാവും. അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാവും. ചിലരുടെ ശബ്ദം മതി.
എന്തൊക്കെയോ മനസ്സിലായി, തൃപ്തിയായി. പക്ഷേ എന്നോട് പറഞ്ഞൊന്നും നിങ്ങളോട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അത് ഭാഷയുടെ ഗഹനാർത്ഥങ്ങൾ മനസ്സിലാകുന്ന രീതിയാണ്. ആ വ്യാകരണം, ഇവൻ വ്യാകരണ ശാസ്ത്രത്തെ അനേക വിധത്തിൽ സ്വാധ്യായം ചെയ്തിട്ടുണ്ട്. വ്യാകരണം അനേകമാണ്. പ്രസിദ്ധം പാണിനിയാണ്. അതിന് പതഞ്ജലിയുടെ മഹാഭാഷ്യവും കാത്യായനൻ്റെ വാർത്തികവും. ശാകടായനൻ തുടങ്ങി അനേകം വ്യാകരണങ്ങൾ വേറെയുണ്ട്. നന്ദിയുടെ ഉണ്ട്, നന്ദികേശ്വരൻ. ശൈവസൂത്രങ്ങൾക്ക് നന്ദികേശ്വരനാണ് ഭാഷ്യം രചിച്ചിട്ടുള്ളത്. 14 മാഹേശ്വര സൂത്രങ്ങൾ. ബഹുധാശ്രുതം, അനേക വിധത്തിൽ വ്യാകരണം കേട്ടിട്ടുള്ളവനാണിവൻ. വൈയാകരണ പണ്ഡിതനാണ് ആഞ്ജനേയൻ. നൂനം നിശ്ചയം. നിശ്ചയമായും ഇവൻ കൃഷ്ണമായ വ്യാകരണത്തെ അനേക വിധത്തിൽ ശ്രവണം ചെയ്തിട്ടുണ്ട്. ഗുരുമുഖത്ത് നിന്ന് ശ്രവണം ചെയ്ത് പഠിക്കുക, അതാണ് പഴയ രീതി. വായിച്ചു പഠിക്കുന്ന രീതിയല്ല, കേട്ടു പഠിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് പുസ്തകമൊന്നും കൊണ്ടുപോകാൻ ആദ്യം സമ്മതിക്കില്ല. ഇപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ വല്ല കോക്രിയോ കാണിച്ചിരിക്കാം. കാരണം വെച്ചാൽ അതിന് നോട്ട് എടുത്തുകൊണ്ട് പോയാൽ മതി. അടുത്ത ഒരുത്തനോട് പറഞ്ഞാൽ മതി, ഒന്ന് എഴുതിയേക്കണം എനിക്കും കൂടെ വേണ്ടി. ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. മുമ്പിലേക്ക് ഇതുപോലൊരു സാധനം വെച്ചാൽ ഇതുകൊണ്ട് വെക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുമോ അതവിടെ വെച്ചിട്ടുണ്ട്, ഇനിയിപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ കേട്ടാൽ മതി. വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ കാര്യങ്ങളുണ്ട്, കേൾക്കാൻ പറ്റില്ല. ഞാൻ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, നിങ്ങളാരൊക്കെയാണെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പക്ഷേ ഞാനൊരു സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇസ് ഇറ്റ് നോട്ട് ട്രൂ? വേറെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പിന്നെ സമയം കിട്ടുമ്പോൾ പഠിക്കാം. പിന്നെ എന്നുള്ളത് എന്നു വരെ എന്നുള്ളതാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലാത്ത കാര്യം. പിന്നെ എന്നുള്ളത് അനേക ജന്മമാകാം. എത്ര വരെ ആയിരിക്കും സമയമൊക്കെ? എനിക്ക് ഈ കാലമൊന്നും ഇല്ലാത്തതുകൊണ്ട് 8 മണി കഴിഞ്ഞു. 8 വരെ അല്ലേ? എത്ര വരെ എന്നാണോ വെച്ചിരിക്കുന്നത്? കുഴപ്പമില്ല. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതിനിടയിൽ എങ്ങാനും സമയം കടന്നു പോയെങ്കിൽ നിങ്ങൾ തിരിച്ചു ചെന്ന് ഒരുപാട് പണിയുള്ളവരാണ്. എനിക്കാണെങ്കിൽ ഒരു പണി. വെറുതെ ഇരിക്കുന്ന ഞാനും ഒട്ടേറെ പണിയെടുക്കുന്ന നിങ്ങളുമായി കൂടിയിരുന്ന് നേരം കളഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഇടി പാഴ്സലായിട്ട് ചിലപ്പോൾ വരും. സോ വ്യാകരണം ബഹുധ, അനേക വിധത്തിൽ അവൻ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അനേകം കാര്യങ്ങൾ അവൻ ഇത്രയും നേരം കൊണ്ട് നമ്മളോട് പറഞ്ഞുവെങ്കിലും അതിൽ വാക്കിനൊരശുദ്ധി പോലും വന്നിട്ടില്ല. മെറ്റഫർ എന്നാണ് പറയുക, രൂപകം. കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ നേതാക്കന്മാരുടെയൊക്കെ മെറ്റഫർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. നിയമസഭയിലും പത്രസമ്മേളനത്തിലും മനസ്സിലായില്ലേ?
മുഖ്യമന്ത്രിയും പരിവാരങ്ങളോടെയൊക്കെ ഇരിക്കുമ്പോഴും ഒക്കെ എന്തൊരു മെറ്റഫറാണ് ആധുനിക മലയാളിയുടെ. ലോകം കണ്ട് കരഞ്ഞു, കൈയടിച്ചു എന്നല്ല. ചില നേരത്ത് തോന്നും അമ്മ പെങ്ങന്മാരൊക്കെ ഉണ്ടോ ഇവർക്ക്. ചില നേരത്ത് തോന്നും ഇക്കൂട്ടർ മനുഷ്യർ തന്നെയാണോ. ഒരുവൻ കൈമാറുന്നത് മെറ്റഫറാണ്, രൂപകം. ഭാഷയുടെ രൂപകജ്ഞാനം ത്രിമാനമായറിയുന്ന പാരമ്പര്യ നിർദ്ദിഷ്ടമായ മസ്തിഷ്കത്തിങ്കലേക്ക് വാക്കും മനസ്സും ഇണചേർന്നൊരു പ്രപഞ്ചമുണ്ടാക്കി കൊടുക്കുമ്പോൾ സമസ്ത രോഗങ്ങളെയും ഇല്ലാതാക്കുവാനും സമസ്ത രോഗങ്ങളെയും ആനയിച്ചു കൊണ്ടുവരുവാനും ഈ രൂപകങ്ങൾക്ക് സാമർഥ്യമുണ്ട്. വൈദികിയുടെ ശ്രുതിയുടെ താരാട്ടുകെട്ട് ജീവിക്കുകയും വളരുകയും ചെയ്ത ഭാരതത്തിൻ്റെ മൗലിക സന്ധ്യകളെ അഗ്നിവിശുദ്ധി കൊണ്ട് ആരാധിച്ചിട്ടുള്ള വ്യാകരണ പാടവത്തിന് തന്നെ ശ്രവിക്കുന്ന മാനവഹൃദയങ്ങളെ സേചനം ചെയ്ത് സമസ്ത മനോമലങ്ങളും ഇല്ലായ്മ ചെയ്യുവാൻ ശബ്ദശാസ്ത്രത്തെ ഉപയോഗിക്കുന്നതിന് കഴിയുമ്പോഴാണ് പാരമ്പര്യ വിശുദ്ധിയുടെ അത്യുന്നതങ്ങളിലേക്ക് വ്യക്തി ആനയിക്കപ്പെടുന്നത്. മക്കളെ വളർത്തുമ്പോൾ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഒക്കെ പഠിച്ചവർക്ക് ഈ രൂപകങ്ങൾ നഷ്ടപ്പെടില്ല. തൻ്റെ ഭരദേവതയുടെ അന്തസ്ഥതലങ്ങളിലേക്ക് തൻ്റെ വാക്ക് രസരക്ത മാംസ മേധോസ്തി മജ്ജാധാതുക്കളെ കടഞ്ഞ് ശുക്രധാതുവിലേക്ക് സർവാംഗീണമായെത്തുമ്പോഴാണ് പ്രേമനിർഭരതയുടെ അത്യന്തപ്രസൂനമായ ഒരു ശിശു ഈ വിശ്വവിധാനീയതയ്ക്ക് സമുജ്വല ഭാവുകങ്ങൾ നൽകാൻ ജനിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു ഭാരതീയ സ്ത്രീയുടെ അംഗതലത്തിനു മാത്രമേ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ വാതായനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പകലന്തിയോളം പണിയെടുക്കുകയും പട്ടിണി കിടക്കുകയും ചെയ്തിട്ടും ക്ഷമയോടെ കാത്തിരുന്ന് തൻ്റെ ഭർത്താവ് വരുമ്പോൾ അയാളെ പരിചരിച്ച് സ്നേഹനിർഭരമായി തൻ്റെ വീട്ടിലുള്ളത് ഭംഗിയായി കൊടുത്ത് തൃപ്തിപ്പെടുത്തി മൃത്യുവിൻ്റെ അല്ലാത്ത സൃഷ്ടിയുടെ മഥനം നടത്തി വിണ്ണും മണ്ണും സമുജ്വലമാക്കുന്ന സന്തതികളെ കൊണ്ട് പ്രജാതന്തുവിനെ കൊണ്ട് സമ്യക് തനു വിസ്താരേ കരണേച്ച
തൻ്റെ തന്നെ ശരീരത്തെ വിസ്തരിപ്പിക്കുന്ന സന്താനങ്ങളെ കൊണ്ട് സമുജ്വലമാക്കിയത്. ഭാഷാരൂപകങ്ങളുടെ അനവധ്യ സുന്ദര മുഹൂർത്തങ്ങളെ കുടുംബവേദികൾ ശബ്ദശാസ്ത്രത്തിലൂന്നി മനോജ്ഞമാക്കിയതെല്ലാം ഇങ്ങനെയാണ്. വ്യാകരണം പഠിക്കുന്നതിനാണ്. ജീവിതത്തിൻ്റെ 1000 പ്രശ്നങ്ങൾക്ക് ഒരു വാക്ക് മതിയാവും. ഒരു ശബ്ദം മതിയാവും മൃത്യുവിൽ നിന്നൊരുത്തനെ രക്ഷിക്കാൻ. മറിച്ച് ഒരു ശബ്ദം മതിയാവും മൃത്യുവിലേക്കൊരുത്തനെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളുടെ ഓഫീസുകൾ, നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ കലാലയങ്ങൾ, നിങ്ങളുടെ ആശ്രമ സങ്കേതങ്ങൾ, നിങ്ങളുടെ ആരാധനാലയങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്രത്തിൽ നിന്ന് എത്രയായിരം രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. ആഞ്ജനേയനെ നോക്കി പഠിക്കണം. വാക്കെത്ര മനോഹരമാണ്. വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമയേത്. വാക്കും മനസ്സും ഇണചേർന്നാണ് പ്രപഞ്ചമുണ്ടാകുന്നത്. ഏത് വാക്ക് മനസ്സിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാലും മനസ്സ് വാക്കിനോട് ഇണചേരും. ഒരു പ്രപഞ്ചമുണ്ടാവും, അതിലാകും നമ്മളിരിക്കുന്നത്. വാക്പ്രപഞ്ചം സൃഷ്ടിക്കുന്നവർ ഇന്ത്യക്കാർ മാത്രമാണെന്ന് കരുതണ്ട. ടെന്നിസൺ പറയുന്നുണ്ട് ഇൻ മെമ്മോറിയത്തിൽ, വിക്ടർ ഇൻ ഡ്രാമ, വിക്ടർ ഇൻ റൊമാൻസ്, ക്ലൗഡ് വീവർ ഓഫ് ഫണ്ടാസ്മൽ ഹോപ്സ് ആൻഡ് ഫിയേഴ്സ്, child lover were tightened by the winter weight of years as yet unbroken. അയത്നലളിതമായി വാക്കുകൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ, ഒന്നും പഠിക്കണ്ട, ഒന്നും സമ്പാദിക്കണ്ട. നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചു, ഒരു കാര്യമില്ല. വാക്ക് സമ്പാദിക്കാത്തവൻ സമ്പാദിച്ചതെല്ലാം വൃഥാവിലാണ്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവും, ഭർത്താവിന് വേണ്ടി ഭാര്യയും, മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാരും സമ്പാദിച്ചു കൂട്ടി പതിവായി പാൽപ്പായസം, അതും അമ്പലപ്പുഴ പാൽപ്പായസം കോളാമ്പിയിൽ വിളമ്പിക്കഴിക്കുന്നവർ. വാക്കിൻ്റെ മാധുര്യം അറിയണമെങ്കിൽ നാം എങ്ങനെ വാക്കുപയോഗിക്കുന്നു എന്നറിയണം. കഴിഞ്ഞു. വാക്ക് അതീവ മനോഹരമായി ഉപയോഗിക്കുന്നവർ കർണപുടങ്ങളിൽ വന്ന് നാദം അലയ്ക്കുമ്പോൾ തന്നെ ഒരു ചിത്രം സഞ്ചാരം. മസ്തുളങ്കം ഒരനുഭവം വരയ്ക്കും. ആ ലോകത്തിരിക്കുമ്പോൾ നാം നമ്മളെ മറക്കും. അതിനുള്ളതാണ് വാക്ക്. അത്രയും വാക്കിൻ്റെ മനോഹാരിത അറിയുന്നവനാണ് ലക്ഷ്മണ. ഈ ആഞ്ജനേയൻ
ഇവൻ അനേകം കാര്യങ്ങൾ പറഞ്ഞു. ഒരപശബ്ദം, ഏതെങ്കിലും ഒരു വാക്കിൽ ഒരു അപശബ്ദം, നമ്മുടെ വെറുപ്പും വിദ്വേഷവും ലോകത്തോടുള്ള മതിപ്പില്ലായ്മയും അസൂയയുമെല്ലാം നാം അറിയാതെ എപ്പോഴും വാക്കിലൂടെ കടന്നു വരും. നമ്മോട് ആരും ഒന്നും ചെയ്തിട്ടല്ല പലരോടും നമ്മൾ ചൂടാകുന്നത്. നമ്മളിൽ നേരത്തെ കിടക്കുന്ന അനുഭവങ്ങളാണ് ഈ ചൂടാകുന്നത്. അതുകൊണ്ട് ചിലരൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ നിന്നു കൊടുക്കണം. പാവങ്ങൾ, ഒരുപാട് ജീവിതാനുഭവമുണ്ട്. ചിലത് ഓഫീസിലേക്ക് വരുന്നത് ഭാര്യയുടെ തല്ലുകൊണ്ടിട്ടാണ്. അത് നമ്മുടെ തലയിൽ കയറി ഒന്ന് നിരകാൻ തുടങ്ങിയാൽ ഒന്നിരുന്നു കൊടുക്കണം. ഒരു വളരെ സ്നേഹത്തിൽ സാർ ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു കൂടണം. അപ്പം പറയും, എത്ര ഇടിയാണ് അവിടുന്ന് മേടിച്ചിട്ട് വരുന്നത്, ആർക്കെങ്കിലും കൊടുക്കണ്ടേ, നിന്നോടായിപ്പോയതാണ്. ചിലത് കാമം കൊണ്ട് തപ്തമായിരിക്കും. ആഗ്രഹങ്ങൾ, ഈ കാലമായതുകൊണ്ട് ആഗ്രഹങ്ങൾ കളവില്ല. ബുദ്ധിയിൽ ആഗ്രഹം ദംശിച്ചാൽ, ദംശിക്കുക എന്ന പദമാണ് കൃത്യം. വിഷപ്പാമ്പ് കടിക്കുന്ന പോലാണ് ഈ കാമത്തിൻ്റെ പ്രത്യേകത. ഏതാഗ്രഹവും ഇന്നാണെങ്കിൽ 100 കണക്കിന് വിഷപ്പാമ്പുകളാണ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഷെയർ, ചിട്ടി എന്ന് വേണ്ട സർവത്ര പാമ്പ് കടിക്കാൻ തയ്യാറായിട്ടില്ല. ഏത് പാമ്പാണ് കുത്തുക എന്നൊരു നിശ്ചയം, അട്ടിമുട്ടി കുത്താൻ തയ്യാറായിട്ടാണ് ഈ പാമ്പെല്ലാം നിൽക്കുന്നത്. ശരിയല്ല? പണ്ടാണെങ്കിൽ ഇത് കൊത്തിയാൽ രസിക്കുന്നവരുണ്ട്. ഇന്നാണെങ്കിൽ അതില്ല, തന്നെ വിഷം കയറുകയായി. മനസ്സിലായില്ല? സ്വാമിമാരെ വരെ ഈ പാമ്പ് കൊത്താനുണ്ട്. കാരണം ഗൃഹസ്ഥൻ വന്ന് 1 സെൻറ്റ് ഭൂമിയും അളന്നു കൊടുത്ത് അതിൻ്റെ മൂലയ്ക്കൊരു ആശ്രമം വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പണി, വലിയ പണിയാണ്. പാമ്പ് എങ്ങനെയും കൊത്തും. എന്നാൽ ചില ചതുരന്മാരെ പാമ്പ് കടിച്ചാലും വിഷം കയറില്ല. കാരണം പണ്ടൊരു നമ്പൂരാർ ഒരിടവഴിയിലൂടെ നടക്കുകയാണ്. കൂടെ ചെല്ലവും തൂക്കിയൊരു കാർന്നോറുണ്ട്. അപ്പം മുകളിൽ പടർന്നു കിടക്കുന്ന പുല്ലാന്നിയിൽ നിന്ന് പുല്ലാനി മൂർഖൻ തലയിൽ കൊത്തി. തലയിലാ കൊത്തിയ. അപ്പോൾ പുറകെയുള്ള നായർ ഒച്ച വെച്ചു. അയ്യോ തിരുമേനി, പാമ്പ് എന്ന് പറഞ്ഞ് വലിയ ഒച്ച വെച്ചു. അസത്തെ മിണ്ടാതെ നടക്കും. എന്താ പാമ്പ് ചേമ്പെന്നൊക്കെ പറയും. അല്ല തിരുമേനി, മോളിൽ നിന്ന് പാമ്പ് അങ്ങയുടെ തലയിൽ കടിച്ചു. ഓ ഈശയായി, ഇനി വിഷം മോളിലോട്ട് കയറുകയല്ലോ. ഇങ്ങനെ വിചാരിക്കണമെങ്കിൽ അല്പം വിവരം വേറെ വേണം. മനസ്സിലായില്ല? ഇതല്പം വിവരം ഉണ്ടെങ്കിലേ പറ്റൂ. ഈ പ്രപഞ്ചത്തെ അത്ര ലളിതമായി കാണാൻ, അത്ര ലാസ്യഭംഗിയോടെ കാണാൻ ശബ്ദശാസ്ത്രത്തിൻ്റെ മറുകര അറിയണം. ദാ ആഞ്ജനേയൻ ശബ്ദശാസ്ത്രത്തിൻ്റെ മറുകര കണ്ടവൻ. ഒരപശബ്ദം അവനില്ല. ശബ്ദശാസ്ത്രത്തിൻ്റെ എല്ലാ ഭൂമികയും പുൽകിയവൻ. പരയും പശ്യന്തിയും മധ്യമയും വൈഖരിയും അറിയുന്നവൻ. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. 2 ദിവസം ഉണ്ടെന്ന് തോന്നും, ഇല്ലേ? 2 ദിവസം ഉണ്ടെന്ന് തോന്നും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം വരിക.
ഇന്ന് കേട്ടിട്ട് ആർക്കെങ്കിലും താല്പര്യം തോന്നി എന്നുള്ളതിൻ്റെ പേരിൽ അയൽവക്കംകാരെ ഒന്നും വിളിച്ചുകൊണ്ട് വരണ്ട. കാരണം ഇടയ്ക്ക് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി എന്ന് വരികയില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അന്യർ പഠിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ കേട്ടു നോക്കുക. രാമായണം എൻ്റെ ആചാര്യന്മാർ എന്നെ പഠിപ്പിച്ച ദിശ വേറെയാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും കേരളത്തിൽ വിഷമിക്കാറുണ്ട്. രാമായണം ഒരു യുദ്ധത്തിൻ്റെ കാഹളമുള്ള ഗ്രന്ഥമല്ല. ഭാരതീയ സംസ്കൃതിയിലെ ഒരു ഗ്രന്ഥത്തിന് പോലും യുദ്ധത്തിൻ്റെ കാഹളമില്ല. കാരണം മനുഷ്യ മനസ്സാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. ഭഗവത്ഗീത 3-ാം അധ്യായം അവസാനത്തെ ശ്ലോകത്തിലേക്ക് എത്തുമ്പോൾ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹു. ഹേ മഹാബാഹുവായിരിക്കുന്നവനെ, ബുദ്ധിക്ക് മേലാണ് ഈ സത്യമെന്നറിഞ്ഞ് നീ ശത്രുവിനെ കൊന്നുകളയുക തന്നെ വേണം. കൊല്ലനാ പറയുന്നത്. പക്ഷെ ശത്രു കാമരൂപം ദുരാസദമാണ്. നിനക്ക് ദുരാസദനായ നിന്റെ കാമം മാത്രമാണ് നിന്റെ ശത്രു. ഭീഷ്മരും ദ്രോണരും ദുര്യോധനനും ഒന്നും ശത്രുവല്ല. അവർ നാളെ ഈ രാജ്യം നിന്റെ ചേട്ടന് വിളിച്ചു കൊടുത്താൽ അവർ ബന്ധുവാകും. അവരെ ശത്രുവാക്കുന്നത് നിന്റെ കാമം മാത്രമാണ്. ഈ ലോകത്തിൽ ശത്രുമിത്ര ഭേദങ്ങളെല്ലാം മാനവ മനസ്സിൻ്റെ കാമത്തിൽ അധിഷ്ഠിതമാണ്. എന്നുവരെ ഭൂമിയിൽ മനുഷ്യന് കാമമുണ്ടോ അന്നുവരെ ശത്രുക്കളുണ്ടാകും. ജാതികൾ, മതങ്ങൾ, വർഗങ്ങൾ, വർണ്ണങ്ങൾ, അടുത്തിരിക്കുന്നവൻ, ഉദ്യോഗം എല്ലാം ശത്രുതയിലായിരിക്കും. എൻ്റെ കുട്ടിയും എൻ്റെ അയൽവക്കംകാരൻ്റെ കുട്ടിയും ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാളെ മത്സരിച്ചൊരു അഡ്മിഷന് വരുമ്പോൾ ആ കുഞ്ഞും ആ കുഞ്ഞിൻ്റെ തന്തയും തള്ളയും ഒക്കെ എൻ്റെ ശത്രുവായിരിക്കും. ശത്രുവാകാൻ വേറെ ഒരു കാരണവുമല്ല, കാമം മാത്രമേ ഉള്ളൂ. കാമതത്വമായ മനസ്സുകൾക്ക് നിതാന്ത ശത്രുക്കളുണ്ട്. വേറെ ഒരു ശത്രുവുമില്ല. ശത്രു ഉള്ളിൽ നിന്ന് മാത്രമേ വരൂ. അത് ദുരാസദനുമാണ്. അതുകൊണ്ട് ആ വൈജ്ഞാനിക ശാഖയെ ആ തലത്തിൽ അപഗ്രഥിക്കുവാൻ താല്പര്യം നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കൂ എന്ന് അപേക്ഷിച്ചുകൊള്ളു. ഇന്ന് ഞാൻ ഉപസംഹരിക്കുന്നു.